നമുക്കിന്ന് വൃക്കരോഗങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, അതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാവിധികൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ് വൃക്കകൾ. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയുന്നത് വൃക്കകളാണ്. വൃക്കകൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കാലിലുണ്ടാകുന്ന നീരാണ്. കാലിലും മുഖത്തും ഉണ്ടാകുന്ന നീര്, മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരിക എന്നിവയാണ് വൃക്കരോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പിന്നെ വൃക്കരോഗം ചെറുപ്പക്കാരിൽ ആദ്യമായി കണ്ടുപിടിക്കുന്ന രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്, പിന്നെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്ന അനീമിയ, ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ നേരത്തെയുള്ള ലക്ഷണങ്ങളാകാം. വൃക്കരോഗം കണ്ടുപിടിക്കാതെ മൂർച്ഛിക്കുമ്പോൾ ശരീരത്തിന് അതിയായ ക്ഷീണം വരിക, ഉറക്കം വരിക, ചൊറിച്ചിൽ വരിക, എല്ലുകൾക്ക് ബലക്ഷയം വരിക തുടങ്ങിയ ശ്വാസം മുട്ടലുണ്ടാവുക, ശരീരം മൊത്തം നീരുണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം. കാലിൽ നീരുണ്ടാവുകയോ മൂത്രത്തിൽ പതയുണ്ടാവുകയോ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുകയാണ് അഭികാമ്യം എന്ന് പറയുന്നത്. ഇനി വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റ് എന്താണ്? വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അടുത്തുള്ള ഒരു ഫിസിഷ്യനെയോ ഒരു വൃക്കരോഗ വിദഗ്ധനെ കാണുന്നതാണ് നല്ലത്. കണ്ടതിന് ശേഷം സാധാരണഗതിയിൽ ചെയ്യാൻ പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സിറം ക്രിയാറ്റിനിൻ എന്നൊരു ടെസ്റ്റാണ്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വൃക്കയുടെ പ്രവർത്തനം അളക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ. നോർമൽ എന്ന് പറയുന്നത് 0.7 തൊട്ട് 1 വരെയാണ് നോർമൽ വരുന്നത്. ക്രിയാറ്റിൻ സാധാരണഗതിയിൽ നോർമൽ തന്നെ ആയിരിക്കും. അത് കൂടി വരുന്നത് വൃക്കരോഗം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. രണ്ടെന്ന് പറയുന്നത് മൂത്രം ടെസ്റ്റ് എന്ന് പറയും. യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മൂത്രത്തിൽ പതയുണ്ട്, അതായത് മൂത്രത്തിൽ ആൽബുമിനുണ്ട്, പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കും, RBC റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടോ എന്ന് നോക്കും, പഴുപ്പുണ്ടോ എന്ന് നോക്കും. ഇതിൽ പ്രോട്ടീനോ RBC ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃക്കരോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഈ രണ്ട് ടെസ്റ്റുകളെന്ന് പറയുന്നത് ഇന്ന് എല്ലായിടത്തും നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ലാബുകളിലും എല്ലായിടത്തും കിട്ടുന്ന ടെസ്റ്റുകളാണ് ഈ രണ്ട് ടെസ്റ്റുകൾ. പിന്നെ ഉള്ളത് വയറിൻ്റെ സ്കാൻ, അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്ത് നോക്കുമ്പോൾ വൃക്കയ്ക്ക് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അറിയാൻ പറ്റും. സാധാരണഗതിയിൽ ഈ 3 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വൃക്കയ്ക്ക് അസുഖം, ഇതെല്ലാം നോർമലാണെങ്കിൽ സാധാരണഗതിയിൽ വൃക്കയ്ക്ക് അസുഖമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ വേറെ പല ഹിസ്റ്ററിയൊക്കെ എടുത്ത് വേറെ പല രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. ഇനി വൃക്കരോഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 70% വൃക്കരോഗം ഉണ്ടാകുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ്. അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ് 70% വൃക്കരോഗങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഉണ്ടാകുന്ന 30% വൃക്കയെ മാത്രമായി ബാധിക്കുന്ന അസുഖങ്ങളെന്ന് പറയുന്നത്. അതായത് വൃക്കവീക്കം തുടങ്ങിയ വൃക്കയെ മാത്രമായി ബാധിക്കുന്ന അസുഖങ്ങൾ. അപ്പോൾ അതായത് ഷുഗർ ഉള്ളവർ, BP ഉള്ളവർ തുടങ്ങിയവർക്ക് വൃക്കരോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, അതിന് വേറെ വലിയ ടെസ്റ്റുകളൊന്നും വേണ്ട. വേറെ ഈ വൃക്കയെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങളില്ലെന്നൊക്കെ ഉറപ്പ് വരുന്നതിന് ശേഷം അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഷുഗർ നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അങ്ങനെ തുടങ്ങിയ ശ്രദ്ധകളാണ്. ഇനി അഥവാ വൃക്കരോഗം അതൊന്നുമല്ല, വൃക്കകളെ ബാധിക്കുന്നതാണ് എന്നാണ് എല്ലാം നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റിലുണ്ട്, ഒരു പാനൽ ബ്ലഡ് ടെസ്റ്റിലൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ വൃക്ക കുത്തി പരിശോധിക്കുക, കിഡ്നി ബയോപ്സി എന്ന് പേടിക്കേണ്ടതൊന്നുമില്ല. കിഡ്നിക്ക് അന്നൊരു വലിയൊരു ഭാഗം എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതൊന്നുമല്ല. സാധാരണ നെഫ്രോളജിസ്റ്റും റേഡിയോളജിസ്റ്റും കൂടി തന്നെ ചെയ്യുന്നതാണ്. പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് ഒരു ചെറിയ ഗൺ വെച്ചിട്ട് നമ്മളെ നഖത്തിൻ്റെ അത്രയുള്ള ചെറിയൊരു പീസ് നമ്മളെടുത്ത്, അത് തിയേറ്ററിൽ നിന്നുമല്ല, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ വാർഡ്സ് ഒരു പ്രൊസീജിയർ റൂം വെച്ചാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ടിഷ്യൂ എടുത്തിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ എന്താണ് വൃക്കരോഗം എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ വൃക്കയെ ബാധിക്കുന്ന ഒരു 10-15 അസുഖങ്ങളുണ്ട്. ആ അസുഖം ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് ഓരോരോ പ്രത്യേക ചികിത്സകളുണ്ട്. ചികിത്സകൾ ചെയ്യുമ്പോൾ ആ വൃക്കരോഗം കുറഞ്ഞു വരികയും അത് നിയന്ത്രണത്തിൽ അധീനമാവുകയും വൃക്ക കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. പലപ്പോഴും ഈ ഒരു സാഹചര്യം എല്ലാം കഴിഞ്ഞായിരിക്കും വൃക്കരോഗ വിദഗ്ധൻ്റെ അടുത്ത് രോഗികൾ എത്തുന്നത്. അപ്പോഴാണ് പിന്നെ ചികിത്സയൊന്നും ഫലിക്കാതെ വരുന്നത്. ഇനി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ വൃക്കയെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങൾ നമുക്ക് മുഴുവനായിട്ട് ചികിത്സ മാറ്റാൻ പറ്റില്ല. അസുഖം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ മരുന്നിന് ചിലപ്പോൾ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കേണ്ടി വരും, സ്ഥിരമായിട്ടൊരു ഫോളോ അപ്പ് വേണ്ടി വരും. പലപ്പോഴും പലരും ചെയ്യുന്നത് ഒരു ക്രിയാറ്റിൻ കുറച്ചുകൂടി വരുമ്പം ചികിത്സിക്കുന്നു, അസുഖം മാറുന്നു, പിന്നെ കുറച്ച് കാലം അവർ 2-3 വർഷം അതിനെപ്പറ്റി മറന്നു പോകും. അപ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ വൃക്കരോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വേദന സംഹാരികൾ, അതായത് NSAIDs എന്ന ഗ്രൂപ്പിൽ വിടുന്ന ചില പ്രത്യേക വേദന സംഹാരം കഴിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് അറിവില്ലാത്ത മരുന്നുകൾ, വൃക്കയെ ബാധിക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ, ഇങ്ങനെ കുറേ മരുന്നുകളൊക്കെ നമ്മൾ
കഴിക്കാൻ പാടില്ല. പിന്നെ മരുന്ന് കറക്റ്റ് കഴിക്കണം, ഉപ്പ് കുറയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി അഥവാ നമ്മൾ ഈ ചികിത്സ എല്ലാം ചെയ്തു, അല്ലെങ്കിൽ വളരെ താമസിച്ചാണ് കണ്ടുപിടിച്ചത്, നിർഭാഗ്യവശാൽ വൃക്കരോഗം മൂർച്ഛിച്ചു, വൃക്കകളെല്ലാം കേടായി. എന്നിരുന്നാൽ പോലും വൃക്കരോഗത്തിന് മാത്രം കിട്ടുന്ന ഒരു ഇതാണ് എന്താ പറയുക, ഒരു ഇതാണ്. അതായത് കരൾ കംപ്ലീറ്റ് കേടായിപ്പോയാൽ നമുക്ക് കരൾ മാറ്റിവെക്കലേ വഴിയുള്ളൂ. ഹൃദയം കംപ്ലീറ്റ് കേടായിപ്പോയാൽ നമുക്ക് ഹൃദയം മാറ്റിവെക്കലല്ലാതെ ഇതൊക്കെ ചെയ്യാനും പാടാണ്. പലപ്പോഴും രോഗിയുടെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്നിരിക്കില്ല. പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ കരൾ കിട്ടണം, ഹൃദയം കിട്ടണം. പക്ഷെ നമുക്ക് ഒരു വൃക്ക മുഴുവനായിട്ട് കേടായിപ്പോയാൽ വൃക്ക ഇപ്പം കിട്ടാൻ പാടാണ്, വൃക്ക കിട്ടാൻ താമസമാണ്. എങ്കിൽ പോലും നമുക്ക് രോഗിയുടെ ജീവൻ നമുക്ക് നിലനിർത്താനും ഒരു നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യാനും പറ്റും. അതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു വൃക്ക പ്രവർത്തനരഹിതമാകുമ്പോൾ നമുക്ക് കുടിക്കുന്ന വെള്ളമെല്ലാം അതിൻ്റെ ആവശ്യം കഴിഞ്ഞാലും പുറത്തു പോകാതെ അകത്ത് കിടക്കുക, നീര് വരിക, രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെല്ലാം കെട്ടിക്കിടന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഈ വിഷപദാർത്ഥങ്ങളെല്ലാം കെട്ടിക്കിടന്ന് ജീവൻ ആപത്തുണ്ടാവുക, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതിന് നമ്മൾ ഒരു മെഷീൻ വെച്ച് രക്തമെടുത്ത് ശരീരത്തിലെ രക്തം ഒരു പ്രത്യേകം ഇത് വെച്ച് എടുത്ത് മെഷീൻ വെച്ച് ശുദ്ധീകരിച്ച് തിരിച്ചു കൊടുക്കും. ഇതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് 10, 15, 20 വർഷം ചെയ്യുന്ന ആൾക്കാർ 20 വർഷം ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം 60 വയസ്സിന് താഴെയുള്ളവരിൽ സാധാരണഗതിയിൽ ട്രാൻസ്പ്ലാന്റ് ആണ് പറയുന്നത്. ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതോ അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റിലൊക്കെ മരിക്കുന്ന അങ്ങനത്തെ ഒരു വൃക്ക എടുത്തിട്ട് ആ വൃക്ക ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റെ ശരീരത്തിൽ വച്ച് പിടിപ്പിക്കുകയാണ് ട്രാൻസ്പ്ലാന്റ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ജീവിതകാലം മൊത്തം കുറച്ച് മരുന്നുകൾ കഴിക്കേണ്ടി വരും. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും. കൂട്ടത്തിൽ ബാക്കി വൃക്ക ചെയ്യുന്ന പ്രവർത്തനങ്ങൾ HB കൂട്ടുക, ഹിമോഗ്ലോബിൻ കൂട്ടുക, കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അങ്ങനെ പല പല കാര്യങ്ങളും അതിൽ നടക്കും. ട്രാൻസ്പ്ലാന്റും കൂടി കഴിയുന്നതോടുകൂടി ഈ രോഗിയിൽ നിന്ന് മാറി ഒരു നോർമൽ ജീവിതം രോഗിക്ക് നയിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു വൃക്കരോഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ പറഞ്ഞത്. വൃക്കരോഗം ഇതിലെല്ലാത്തിലും പോകാതെ നമുക്ക് ചെറിയൊരു ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ചികിത്സ ചെയ്ത് വൃക്കരോഗം മൂർച്ഛിക്കാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് വൃക്കരോഗം വരാതെ നോക്കുക എന്നുള്ളത്. വരാതെ നോക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ 70% രോഗങ്ങളും പ്രമേഹം, രക്തസമ്മർദ്ദം ഉള്ളതുകൊണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദം വരാതെ ചെറുപ്പക്കാർ സൂക്ഷിക്കുന്നത് വൃക്കരോഗത്തെ വളരെയധികം ചെറുക്കാൻ നമ്മെ സഹായിക്കും.